പെയ്തു തോരാത്ത മഴയുടെയും ചിവീടുകളുടെയും ശബ്ദം. ഇരുണ്ട ആകാശം. ദൂരെ നിന്ന് ഒരു പഴയ കാർ കാട്ടുപാതയിലൂടെ വരുന്നത് കാണാം. പതിറ്റാണ്ടുകളായി ആരും തുറക്കാത്ത ആ പടിപ്പുര ഇന്ന് വീണ്ടും തുറക്കപ്പെടുകയാണ്. ഇലമ്പാലയിലെ മാരാത്ത തറവാട്. കാവും കുളവും നാഗക്കളങ്ങളും നിറഞ്ഞ ആ വലിയ വീടിന് പറയാൻ ഒരുപാട് രക്തരൂഷിതമായ കഥകളുണ്ട്. പക്ഷേ നഗരത്തിൽ വളർന്ന മാധവന് അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു. മാധവൻ കാറിൽ നിന്നിറങ്ങി ആൽമരങ്ങൾക്കിടയിലൂടെ പഴയ തറവാട്ടിലേക്ക് നടക്കുന്നു. ഇതാണോ അമ്മ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് എന്നോട് പോകണമെന്ന് പറഞ്ഞ ആ വീട്? ഹോ, ശ്വാസം മുട്ടിക്കുന്ന ഒരു തരം ഗന്ധം ഇവിടെങ്ങും പടർന്നു കിടക്കുന്നുണ്ട്. മാധവൻ തറവാടിൻ്റെ വാതിൽ തുറക്കുന്നു. ഇരുമ്പിച്ച താക്കോൽ തിരിയുമ്പോൾ ഉണ്ടായ ആ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഉള്ളിൽ മാറാല പിടിച്ച ഭിത്തികളും വലിയ തൂണുകളും. പെട്ടെന്ന് കാര്യസ്ഥൻ ശങ്കരൻ എവിടെ നിന്നോ അവൻ്റെ മുന്നിലെത്തുന്നു. വന്നോ മാധവൻകുട്ടിയെ? അമ്മ മരിച്ച വിവരം അറിഞ്ഞു. പക്ഷേ ഇപ്പം ഇങ്ങടേക്ക് വരണമെന്നുണ്ടായിരുന്നില്ല. അതെന്താ ശങ്കരമ്മാവ അങ്ങനെ പറഞ്ഞത്? ഇതെൻ്റെ തറവാടല്ലേ? മാധവൻ ചോദിച്ചു. തറവാടാണ്, പക്ഷേ ഇത് വെറുമൊരു വീടല്ല. നാഗങ്ങൾ കാവലിരിക്കുന്ന ഇടമാണ്. ഇവിടുത്തെ മണൽത്തരികൾക്ക് പോലും ഓർമ്മയുണ്ട്. ഇവിടെ പണ്ട് നടന്ന പലതിനും കാലം കാത്തുവെച്ച പ്രതികാരവുമുണ്ട്. ശങ്കരമ്മാവൻ അവനായി ഒരുക്കി വച്ചിരുന്ന മുറി തുറന്നു കൊടുത്തു. കുളവും തോപ്പും കാണാവുന്ന രീതിയിൽ ജനാലകളുള്ള വലിയ ഒരു മുറി. കഴിക്കാൻ ഭക്ഷണവും ശങ്കരമ്മാവൻ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. യാത്രാക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയ മാധവൻ ഉണർന്നത് രാത്രിയിലായിരുന്നു. വെറുതെ ഇരിക്കാൻ അവന് തോന്നിയില്ല. മാധവൻ തൻ്റെ ക്യാമറയുമായി തറവാടിന് പിന്നിലെ കാവിലേക്ക് നടക്കുന്നു. കാവിനുള്ളിൽ കരിങ്കൽ വിഗ്രഹങ്ങൾ, മഞ്ഞപ്പൊടിയും വാടിയ പൂക്കളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. മാധവൻ ക്യാമറയുടെ ഫ്ലാഷ് തെളിച്ചു. ആ വെളിച്ചത്തിൽ അവൻ കണ്ടത് 100 കണക്കിന് പാമ്പിൻ പൊത്തുകളാണ്. പെട്ടെന്ന് കാവിനുള്ളിൽ നിന്ന് ഒരു ചിലമ്പലി കേട്ടു. ഒരു സ്ത്രീയുടെ നേർത്ത ശബ്ദവും. മാധവൻ ചോദിച്ചു, ആരാ അവിടെ? അമ്മു, നീയാണോ? അതെ മാധവ, ഞാനാണ്. അമ്മു എന്ന പെൺകുട്ടി ഇരുട്ടിൽ നിന്ന് വന്നു. അവൾക്ക് ഒരു വന്യമായ സൗന്ദര്യമുണ്ട്. കണ്ണുകൾ പാമ്പുകളുടേതുപോലെയുള്ള ഒരു തിളക്കം. അമ്മു പറഞ്ഞു, ഇവിടെ നിൽക്കരുത് മാധവ. സൂര്യൻ അസ്തമിച്ചാൽ ഈ കാവ് അവരുടേതാണ്. നാഗത്തന്മാർ ഉണരുന്ന സമയമാണിത്. നമുക്ക് മടങ്ങിപ്പോകാം. നീ ആരാ? എനിക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ല. മാധവൻ തിരിച്ച് കയർത്തു. വിശ്വാസം വരുമ്പോഴേക്കും നിന്റെ ശരീരത്തിൽ സർപ്പവിഷം പടർന്നിട്ടുണ്ടാവും. നിന്റെ മുത്തച്ഛൻ ചെയ്ത തെറ്റിന് ബലി കൊടുക്കാൻ ഈ തറവാട് ഇനിയും ഒരാളെ തിരയുന്നുണ്ട്, അമ്മു പറഞ്ഞു. അമ്മുവിനോട് അരിശം കാണിച്ചുകൊണ്ട് മാധവൻ തൻ്റെ മുറിയിലേക്ക് പോകുന്നു. മുറിയാകെ വെറുതെ പരതി നടക്കുന്നു. അവിടെ നിന്ന് മാധവന് ഒരു ചെമ്പ് തകിട് കിട്ടുന്നു. അതിൽ ഇരട്ട തലയുള്ള ഒരു പാമ്പിൻ്റെ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. മാധവൻ സ്വയം പറഞ്ഞു, ഇതെന്താണിത്? ഈ രൂപം, ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ ഉണ്ടല്ലോ. പെട്ടെന്ന് മാധവൻ്റെ കൈകളിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ലൈറ്റർ തെളിച്ചു നോക്കുമ്പോൾ അവൻ്റെ കയ്യിലെ തൊലി ഉരുങ്ങിപ്പോയി. അവിടെ പച്ചയും കറുപ്പും കലർന്ന ചെതുമ്പലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതെന്താ? ഇതെങ്ങനെ സംഭവിച്ചു? ഭിത്തിയിലൂടെ ഒരു കറുത്ത സർപ്പത്തിൻ്റെ നിഴൽ വേഗത്തിൽ കടന്നു പോകുന്നത് അവൻ കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ പാമ്പ് വല്ലതും ഉണ്ടോ? അതോ എനിക്ക് തോന്നുന്നതാണോ? അവൻ ഭയത്തോടെ ആ തകിട് താഴെയിട്ടു. പക്ഷേ അത് നിലത്ത് വീണപ്പോൾ ഉണ്ടായ ശബ്ദം ഒരു വലിയ സ്ഫോടനം പോലെയായിരുന്നു. തറവാടിന് താഴെയുള്ള നിലവറയിൽ നിന്ന് ഒരു ചങ്ങല വലിക്കുന്ന ശബ്ദം അവൻ കേട്ടു. എവിടെ നിന്നോ ചില മന്ത്രോച്ചാരണങ്ങളും കേൾക്കാം. അവൻ അറിഞ്ഞിരുന്നില്ല, ഇത്രയും വർഷങ്ങളായി ഉറങ്ങിക്കിടന്നിരുന്ന ആ സർപ്പമുദ്ര ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്.